Hi, NextinWeb മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് ഉപകരിക്കും. RealMe 2 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിന്റെ കൂടെ RealMe C1 എന്നൊരു സ്മാർട്ട്ഫോൺ കൂടി കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 4230 mAh ബാറ്ററി, പുറകിലുള്ള ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, Snapdragon 450 SoC, ഡിസ്പ്ലേ നോച്ച് എന്നിവയായിരിക്കും ഇതിന്റെ പ്രധാന സവിശേഷതകൾ. ശരിക്കും പറഞ്ഞാൽ RealMe 2 എന്ന സ്മാർട്ട്ഫോണിന്റെ മറ്റൊരു വേർഷനാണ് RealMe C1. RealMe 2-ലുള്ള അതേ Snapdragon 450 chipset, നോച്ചുള്ള 6.2 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ, പുറകിലുള്ള ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എന്നിവ തന്നെയാണ് RealMe C1-ലും ഉള്ളത്. 6999 രൂപയായിരിക്കും RealMe C1-ന്റെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ വില. ഇത് ദിവാലി സീസൺ പ്രമാണിച്ചുള്ള ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് മാത്രമാണ്. വരുന്ന മാസങ്ങളിൽ RealMe C1-ന്റെ വില ഇനിയും കൂടിയേക്കാം. ഒക്ടോബർ 11 മുതൽ ഫ്ലിപ്കാർട്ടിലായിരിക്കും ആദ്യ സെയിൽ. RealMe C1-ലുള്ളത് 1.8 GHz-ന്റെ ഒക്ടാകോർ Snapdragon 450 SoC ആണ്. ഇതിന് 2 GB RAM ആണുള്ളത്. 6.2 ഇഞ്ചിന്റെ 19:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള HD+ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ഡിസ്പ്ലേയുടെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 88.8%. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഇതിനുണ്ട്. 16 GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഈ സ്മാർട്ട് ഫോണിൽ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് വഴി 256 GB വരെയുള്ള മൈക്രോ SD കാർഡുകൾ സപ്പോർട്ട് ചെയ്യും. RealMe C1 സ്മാർട്ട് ഫോണിൽ പുറകിലുള്ളത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ടത് 13 മെഗാപിക്സലിന്റെ f2.2 അപ്പേച്ചർ ഉള്ള സെൻസറും ഡെപ്ത് സെൻസറായിട്ടുള്ളത് 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേച്ചർ ഉള്ള സെൻസറും 5 മെഗാപിക്സലിന്റെ f2.2 അപ്പേച്ചർ ഉള്ള സെൻസറാണ് ഫ്രണ്ട് ക്യാമറയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് AI ഫേസ് അൺലോക്ക് സപ്പോർട്ടുമുണ്ട്. പുറകിലെ ക്യാമറയ്ക്ക് ഫുൾ HD വീഡിയോസ് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഡ്യുവൽ നാനോ സിം സ്മാർട്ട് ഫോൺ ആണ്. ColorOS 5.1 കസ്റ്റം സ്കിൻ ആണ് ഇതിലുള്ളത്. Android 8.1 ഓറിയോയിൽ അധിഷ്ഠിതമായിരിക്കും ഇത്. RealMe C1 ഒരു ഡ്യുവൽ വോൾട്ടി സ്മാർട്ട് ഫോൺ ആണ്. അതായത് 2 സിം സ്ലോട്ടിലും ഒരേ സമയം 4G വോൾട്ടി നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന സിം കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. 4230 mAhന്റെ വലിയ ബാറ്ററിയുള്ള ഈ സ്മാർട്ട് ഫോൺ 44 മണിക്കൂർ വരെ തുടർച്ചയായുള്ള ഫോൺ കോളുകളും 18 മണിക്കൂർ വരെയുള്ള മ്യൂസിക് പ്ലേബാക്കും അല്ലെങ്കിൽ 10 മണിക്കൂർ വരെയുള്ള ഗെയിമിംഗ് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു ദിവസമോ ചിലപ്പോൾ അതിൽ കൂടുതലോ ഉള്ള ബാറ്ററി ലൈഫ് നൽകാൻ ഈ സ്മാർട്ട് ഫോണിന് സാധിക്കും. പ്രധാനപ്പെട്ട കണക്ടിവിറ്റി ഓപ്ഷനുകൾ ഇനി പറയുന്നവയാണ്: 4G LTE, Wi-Fi 802.11bgn, Bluetooth 4.2, GPS, AGPS, micro USB OTG, പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കും. ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇല്ല. ലൈറ്റ് സെൻസർ, ആക്സിലറോമീറ്റർ, പ്രോക്സിമിറ്റി, പിന്നെ കോമ്പാസ് എന്നിവയാണ് മറ്റുള്ള സെൻസറുകൾ. 8.2 mm തിക്നെസ് ഉള്ള ഈ സ്മാർട്ട് ഫോണിന്റെ ഭാരം 168 gram ആണ്. RealMe 1-ലും RealMe 2-ലും ഉണ്ടായിരുന്ന ഡയമണ്ട് കട്ടിംഗ് റിഫ്ലക്ഷൻ ഡിസൈൻ ഈ സ്മാർട്ട് ഫോണിൽ ഇല്ല. പകരം 2.5D ഗ്ലാസ് ഫിനിഷ് ഉള്ള ഫൈബർ ഗ്ലാസ് ബാക്ക് കവറാണ് ഇതിലുള്ളത്. കാണുമ്പോൾ വില കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് തോന്നാത്ത തരത്തിലുള്ള ഡിസൈൻ ആണുള്ളത്. ആപ്ലിക്കേഷനുകൾ ക്ലോൺ ചെയ്യാനും മൾട്ടി ടാസ്കിംഗ് ചെയ്യാനുമുള്ള സൗകര്യം RealMe C1-ലുണ്ട്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുന്നവർക്ക് തീർച്ചയായും ഒരു മികച്ച ഓപ്ഷനാണ് RealMe C1. നോച്ചുള്ള ഡിസ്പ്ലേയും ഡ്യുവൽ റിയർ ക്യാമറാസും ഒക്ടാകോർ Snapdragon പ്രോസസറും മറ്റൊരു കമ്പനിയും ഓഫർ ചെയ്യുന്നില്ല. സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ തീർച്ചയായും ഇതേ സെഗ്മെന്റിലുള്ള മറ്റ് സ്മാർട്ട് ഫോണുകളെക്കാൾ മികച്ചതാണ് RealMe C1. പക്ഷേ RealMe C1-ന്റെ 6999 രൂപ എന്ന വില ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് ആണെന്നാണ് കമ്പനി പറയുന്നത്. അതായത് ദിവാലി ഒക്കെ കഴിയുമ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയായാലും Redmi 6A പിന്നെ Honor 7C എന്നീ സ്മാർട്ട് ഫോണുകളുടെ കച്ചവടം കാര്യമായി കുറയ്ക്കാൻ തന്നെയാണ് RealMe C1 എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വാട്സ്ആപ്പ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്. See you next time. Have a great day.